ഈ വരുന്ന ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിൽ നമ്മുടെ ആകാശത്ത് നമുക്ക് വെറും കണ്ണുകൊണ്ട് കാണാവുന്ന ഒരു നോവ പ്രതിഭാസം ഉണ്ടാകാൻ പോകുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്കിത് വെറും കണ്ണുകൊണ്ട് കാണാം, പക്ഷേ അതിൻ്റെ ആ നക്ഷത്രത്തിൻ്റെ സ്ഥാനം നമുക്കൊന്ന് ലൊക്കേറ്റ് ചെയ്യേണ്ടതുണ്ട് ആകാശത്തിൽ. കൊറോണ ബോറിയാലിസ് എന്ന കോൺസ്റ്റലേഷനിൽ നക്ഷത്ര സമൂഹത്തിൽ ഉൾപ്പെടുന്ന തീറ്റ കൊറോണ ബോറിയാലിസ് അല്ലെങ്കിൽ ടി കൊറോണ ബോറിയാലിസ് എന്ന നക്ഷത്രത്തിലാണ് ഈ നോവ ഉണ്ടാകാൻ പോകുന്നത്. അതെന്താണെന്നും എങ്ങനെയാണെന്നും എല്ലാം നമ്മൾ വളരെ വിശദമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, അതൊന്ന് കാണുക. ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, തെളിഞ്ഞ ആകാശമാണെങ്കിൽ കൊറോണ ബോറിയാലിസിനെ നമുക്ക് ഇപ്പോഴും ആകാശത്തിൽ കാണാം. നക്ഷത്ര നിരീക്ഷണം നടത്തുന്ന സുഹൃത്തുക്കൾ പലരും ഈ വീഡിയോ കാണുന്നുണ്ടാവും. അവർക്ക് ഒരുപക്ഷെ ഈ താരസമൂഹത്തെ കണ്ടെത്താൻ എളുപ്പമായിരിക്കാം. ഇനി നക്ഷത്ര നിരീക്ഷണം അത്ര പരിചിതമല്ലാത്തവർക്കും ആകാശത്ത് കണ്ടെത്താൻ പറ്റുന്ന, വളരെ എളുപ്പം കണ്ടെത്താൻ പറ്റുന്ന, തിരിച്ചറിയാൻ പറ്റുന്ന ഒരു താരസമൂഹമാണ് ഓറിയോൺ അല്ലെങ്കിൽ വേട്ടക്കാരൻ എന്ന് പറയുന്ന താരസമൂഹം, കോൺസ്റ്റലേഷൻ. ഇതുൾപ്പെടെ നിങ്ങളുടെ പക്ഷേ മറ്റു പേരുകളും കേട്ടിട്ടുണ്ടാവും. ഉർസ മേജർ, ഉർസ മൈനർ, ദ ഗ്രേറ്റ് ഡിപ്പർ എന്നെല്ലാം കേട്ടിട്ടുണ്ടാവും. അതുകൂടാതെ പല നക്ഷത്രങ്ങളെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചോതി അല്ലെങ്കിൽ തിരുവാതിര, വിശാഖം നക്ഷത്രം, പുണർതം നക്ഷത്രം, ഇതെല്ലാം നമുക്ക് ആകാശത്ത് കണ്ടെത്താനായിട്ട് സാധിക്കും. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ വാനനിരീക്ഷണം അത്ര ശീലമില്ലാത്തവർക്ക് ഇവരെയൊന്നും പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിച്ചെന്നും വരില്ല. അതുകൊണ്ട് തന്നെ വാനനിരീക്ഷണം അത്ര ശീലമില്ലാത്ത, പരിചിതമില്ലാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഈ കൊറോണ ബോറിയാലിസ്, അതായത് നമ്മുടെ നോവ നടക്കാൻ പോകുന്ന, പൊട്ടിത്തെറി നടക്കാൻ പോകുന്ന നക്ഷത്രം എവിടെയാണെന്ന് നമ്മുടെ ആകാശത്തിൽ തിരിച്ചറിയാൻ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമസ്കാരം, ചെറുതല്ല കാര്യത്തിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആയതിനു ശേഷം അതിൻ്റെ സെർച്ച് ബാറിൽ സ്റ്റെലേറിയം എന്ന് ടൈപ്പ് ചെയ്യുക. സ്റ്റെലേറിയം ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സ്റ്റെലേറിയം ആപ്പ് എന്ന് നിങ്ങൾ കാണും, അത് ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്നതാണ് ആപ്ലിക്കേഷൻ. എൻ്റെ ഫോണിൽ ഇത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ എന്ന ഓപ്ഷൻ കാണുന്നത്. നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ എന്നായിരിക്കും ഉണ്ടാവുക, നിങ്ങൾക്കറിയാം. അപ്പോൾ ഇൻസ്റ്റാൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ഡെസ്ക്ടോപ്പിൽ അതിൻ്റെ ഐക്കൺ ഉണ്ടാവും. ഈ കാണുന്നതാണ് അതിൻ്റെ ഐക്കൺ, അത് ക്ലിക്ക് ചെയ്യുക. സ്റ്റെലേറിയം ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. ഓപ്പൺ ആയി വരുമ്പോൾ ആദ്യം കാണുന്നത് റേറ്റിംഗിൻ്റെ ഒരു ഡയലോഗാണ്. അതിനുശേഷം ഈ കാണുന്നത് പോലെ ഒരു ഡയലോഗ് ബോക്സ് വരും. നിങ്ങളുടെ ഫോൺ ഒന്ന് കാലിബ്രേറ്റ് ചെയ്യാൻ പറയും. വടക്ക് നോക്കിയന്ത്രം അല്ലെങ്കിൽ കോമ്പസ് നിങ്ങളുടെ ഫോണിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്കറിയാം. ഫോൺ നമ്മളോട് ഒന്ന് കാലിബ്രേറ്റ് ചെയ്യാൻ പറയും. അതിന് ഒരു പ്രത്യേക പാറ്റേണിൽ 8 എഴുതുന്നത് പോലെ നമ്മുടെ ഫോൺ ഒന്ന് ചുറ്റിക്കാനായിട്ട് പറയും. ഇവിടെയും സ്റ്റെലേറിയം ആപ്ലിക്കേഷൻ കോമ്പസിന്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഫോൺ ഒന്ന് കാലിബ്രേറ്റ് ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെടും. അപ്പോൾ അത് ചെയ്തു കൊടുക്കുക. അതിനുശേഷം ഓപ്പൺ ആയി വരുന്ന നമ്മുടെ സ്റ്റെലേറിയം ആപ്പിന്റെ ഇന്റർഫേസ് ആണ് ഈ കാണുന്നത്. ഈ കാണുന്നത് നമ്മളുടെ ആകാശത്തിന്റെ ഒറിജിനൽ അല്ല, എന്നാൽ അതിന്റെ ഒരു സിമുലേഷനാണ്. എങ്ങനെയാണോ നമ്മുടെ ആകാശത്ത് ഓരോ പൊസിഷനിൽ നക്ഷത്രങ്ങളും ചന്ദ്രനും വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്, അതിൻ്റെ ഒരു അനുകരണമാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് ആകാശത്തിലുള്ള വസ്തുക്കളുടെയൊക്കെ പേരുകൾ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ഇനി നമ്മുടെ ഫോൺ കൊണ്ട് നമ്മൾ തിരിയുകയാണെങ്കിൽ ഏത് ദിശയിലേക്ക് നിൽക്കുന്നോ ആ ദിശയിലെ മാർക്കേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത് എന്ന് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട്. ഇനിയാണ് നമ്മൾ നമ്മുടെ കൊറോണ ബോറിയാലിസ് എന്ന നക്ഷത്രത്തിനെ കണ്ടെത്താനായിട്ട് പോകുന്നത്. നമ്മൾ ഫോൺ സ്വൈപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ട് ആകാശത്തുള്ള പല നക്ഷത്രങ്ങളുടെയും ചന്ദ്രന്റെയൊക്കെ സ്ഥാനം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് പോളാരിസ് എന്ന നക്ഷത്രത്തെ കാണാൻ പറ്റും. ഇതിനാണ് ധ്രുവ നക്ഷത്രം എന്ന് പറയുന്നത്. മിൽക്കി വേയുടെ ക്ഷീരപഥത്തിന്റെ ഒരു സിമുലേഷൻ അവിടെ കാണാൻ പറ്റും. അതിനടുത്തായിട്ട് ആൽഫ സെന്ററി നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്റ്റെലേറിയം ആപ്പ് ഉപയോഗിച്ച് നമ്മളുടെ ആകാശത്തിന്റെ ഒരു കാഴ്ച. ഇനിയാണ് നമ്മൾ നമ്മളുടെ കൊറോണ ബോറിയാലിസിനെ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു വടക്ക് ഭാഗത്താണ് നമുക്ക് ഇതിനെ കാണാനായിട്ട് പറ്റുക. വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ഫോണിനോടൊപ്പം നമ്മുടെ തലയുടെ മുകളിലേക്ക് ചലിപ്പിക്കുമ്പോൾ അവിടെ തിളക്കമുള്ളൊരു നക്ഷത്രത്തെ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ പേരാണ് അക്ട്യൂറസ് അല്ലെങ്കിൽ ചോതി നക്ഷത്രം. ഇപ്പോൾ നമ്മൾ കാണുന്ന സ്ക്രീനിൽ ഏറ്റവും തിളക്കമുള്ളത് അക്ട്യൂറസ് ആണ് അല്ലെങ്കിൽ ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രത്തിന്റെ അല്പം താഴെ വലത്തായിട്ട് അപ്സിലോൺ ബൂട്ടസ് എ എന്ന ഒരു നക്ഷത്രം കാണാം. അല്പം കൂടെ തിളക്കം കുറഞ്ഞതാണ്. ഇനി അപ്സിലോൺ ബൂട്ടസ് എയിൽ നിന്ന് നേരെ വലത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും കൂട്ടത്തിൽ ഒരല്പം തിളക്കമുള്ള നക്ഷത്രം കാണാനായിട്ട് പറ്റും. ആൽഫേക്ക എന്നാണ് അതിന്റെ പേര്. കൊറോണ ബോറിയാലിസിലെ ഏറ്റവും തിളക്കമുള്ള ആൽഫ കൊറോണ ബോറിയാലിസ് എന്ന നക്ഷത്രമാണ് ആൽഫേക്ക. ആൽഫേക്കയെ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾ കൊറോണ ബോറിയാലിസ് എന്ന നക്ഷത്ര സമൂഹത്തെ കണ്ടെത്തി എന്നാണ് അർത്ഥം. ആൽഫേക്ക ഉൾപ്പെടെ അതിനോട് ചേർന്ന് കിടക്കുന്ന 7 നക്ഷത്രങ്ങൾ മലയാളം അക്ഷരം റാ ആകൃതിയിൽ കാണുന്നതാണ് കൊറോണ ബോറിയാലിസ് നക്ഷത്ര സമൂഹം. പുരാതന വാനനിരീക്ഷകർ ആകാശത്ത് കാണുന്ന നക്ഷത്ര സമൂഹങ്ങൾക്ക് ഓരോ രൂപങ്ങൾ കൊടുത്തിരുന്നു. ഈ രൂപങ്ങളും നമുക്ക് ഈ സ്റ്റെലേറിയം ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കാണാനായിട്ട് സാധിക്കും. ആ സ്ക്രീനിൽ നിങ്ങൾ തൊടുമ്പോൾ മുകളിൽ ഇടത് ഭാഗത്ത് 3 വരകൾ തെളിയുന്നതായിട്ട് കാണാം. അത് മെനു ബാർ ആണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ
സ്കൈ കൾച്ചേഴ്സ് എന്ന ഒരു ഓപ്ഷൻ വരും. സ്കൈ കൾച്ചേഴ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വെസ്റ്റേൺ എന്ന ഒരു ഓപ്ഷൻ കാണാം. ഡീഫോൾട്ട് ആയിട്ട് മിക്കവാറും അതിനായിരിക്കും സെലക്ട് ആയി കിടക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ യൂസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെയും ഒരു പക്ഷേ നമ്മളോട് കാലിബ്രേഷൻ ചോദിച്ചേക്കാം. ഇനി നിങ്ങൾ നോക്കുമ്പോഴാണ് രസം. നോക്കൂ, ഇവിടെ ഓരോ നക്ഷത്ര സമൂഹത്തിനും അതിന് കൽപ്പിച്ചിരിക്കുന്ന ആകൃതിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഉദാഹരണത്തിന് ഓറിയോൺ ഒരു വേട്ടക്കാരന്റെ രൂപത്തിലാണ്, ഉർസ മേജർ ഒരു വലിയ കരടിയുടെ ആകൃതിയിലാണ്. അങ്ങനെയല്ല. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു കൊറോണ ബോറിയാലിസിന് കൽപ്പിച്ചിരിക്കുന്ന രൂപം കിരീടത്തിന്റെയാണ്. ഇവിടെ നമുക്ക് അല്പം സൂം ചെയ്യുമ്പോൾ അതിന്റെ ഷേപ്പ് നമുക്ക് കാണാം. ഈ നക്ഷത്ര സമൂഹത്തെ ആകാശത്ത് തിരിച്ചറിയാൻ സാധിച്ചാൽ ഇതിനോട് ചേർന്നുള്ള തീറ്റ കൊറോണ ബോറിയാലിസിൽ നടക്കാൻ പോകുന്ന സ്ഫോടനം അല്ലെങ്കിൽ നോവയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വാനം നിരീക്ഷിക്കുമ്പോൾ ചിലപ്പോൾ ചില പ്രകാശ ബിന്ദുക്കൾ നീങ്ങുന്നതായിട്ട് കാണാം. അത് നമ്മുടെ ആകാശത്ത് ചുറ്റി കറങ്ങുന്ന ഉപഗ്രഹങ്ങളോ അതല്ല എങ്കിൽ സ്പേസ് സ്റ്റേഷനോ ഒക്കെ ആയിരിക്കും. അങ്ങനെയും നമുക്ക് അതിന്റെ ലൊക്കേഷൻ കണ്ടെത്താനായിട്ട് സാധിക്കും. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിച്ച് നോക്കാനായിട്ട് ശ്രമിക്കുക. വാനനിരീക്ഷണം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സ്റ്റെല്ലേറിയം ആപ്പ് എങ്ങനെ ഉപയോഗിക്കാമെന്നും അത് ഉപയോഗിച്ച് എങ്ങനെ കൊറോണ ബോറിയാലിസ് തിരിച്ചറിയാമെന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കൊറോണ ബോറിയാലിസും അതിൽ നടക്കാൻ പോകുന്ന പൊട്ടിത്തെറിയും ആ ആകാശ അത്ഭുതവും ഒന്ന് കാണാൻ ശ്രമിക്കുക. മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.